നമസ്കാരം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ ആ ഒരു വ്യാപാര കരാർ കണ്ടിട്ട് ട്രംപിനാകെ വട്ടിപിടിച്ചൊരവസ്ഥയിലാണ്. ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രകോപിപ്പിക്കാനായിട്ട് ട്രംപ് പലതവണ താരിഫ് 50% വർധനവൊക്കെ വരുത്തിയെങ്കിലും മോദി സർക്കാർ ഒരക്ഷരം പോലും മിണ്ടാതെയിരുന്നു. ട്രംപ് എവിടം വരെ പോകുമെന്ന് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം ട്രംപ് തന്നെ മോദിയെ ഫോൺ വിളിച്ചിട്ടും മോദി ഫോൺ എടുത്ത് സംസാരിക്കുക പോലും ചെയ്തില്ല. ആദ്യം ട്രംപ് വിളിച്ചത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് എന്നെ ഇന്ത്യ നോമിനേഷൻ ചെയ്യണം, അതിനും മോദി പറഞ്ഞത് പറ്റില്ല എന്ന്. അങ്ങനെ വീണ്ടും താരിഫിൽ 50% വർധനവൊക്കെ വരുത്തി. അങ്ങനെ പലതവണ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന പേരിലൊക്കെ പല വർധനവും വരുത്തി ഇന്ത്യ ഒന്ന് പ്രകോപിപ്പിക്കാനൊക്കെ നോക്കിയെങ്കിലും നമ്മൾ ഒരക്ഷരം പോലും മിണ്ടാതിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് അവർക്ക് തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് കുറച്ച് താരിഫുകൾ നമ്മൾ കൂട്ടിക്കൊടുത്തു. പക്ഷേ അണിയറയിൽ ഒരു വമ്പൻ നീക്കം ഇന്ത്യ ഒരുക്കുന്നുണ്ടെന്ന് ട്രംപിന് പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലായത്. അതായത് യൂറോപ്യൻ യൂണിയനുമായി നമ്മളൊരു വമ്പൻ ഡീലിന് കൈകൊടുത്തു എന്ന വാർത്ത കേട്ടതോടെ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയിരിക്കുകയാണ് ട്രംപിന്റെ അവസ്ഥ ഇപ്പോൾ. അതായത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. 90 ദിവസത്തിനകം യൂറോപ്യൻ ഉത്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഈ കരാറിലൂടെ ഇല്ലാതാകുകയോ ഗണ്യമായി കുറയുകയോ ചെയ്യും. ആഡംബര കാറുകൾക്കും വിദേശ മദ്യത്തിനും മെഡിക്കൽ ഉപകരണങ്ങൾക്കും ഇനി വില കുറയും. ദശകങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയത്. യൂറോപ്യൻ വൈനുകളുടെ നികുതി 20 മുതൽ 30% കുറയും. സ്പിരിറ്റിന്, അതായത് മദ്യത്തിന് 40%, ബിയറിന് 50%ആകും നികുതി. ഒലീവ് ഓയിൽ, മാർഗനറ്റ്, മറ്റ് സസ്യ എണ്ണകൾ എന്നിവയുടെ വിലയും കുറയും. മെഡിക്കൽ മേഖലയ്ക്കാണ് കരാർ വലിയ ആശ്വാസമാകാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ, അതോടൊപ്പം തന്നെ മെഡിക്കൽ സർജിക്കൽ ഉപകരണങ്ങളുടെ 90% ഉത്പന്നങ്ങളുടെയും നികുതി ഒഴിവാകും. മിക്ക മെഡിക്കൽ ഉപകരണങ്ങളുടെ നികുതി 0% ആകുന്നതോടെ രോഗനിർണയത്തിനും ശസ്ത്രക്രിയകൾക്കും ചിലവ് കുറയും. വിമാനങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തീരുവ ഏതാണ്ട് പൂർണ്ണമായും നീക്കും. നിലവിൽ 44% വരെ നികുതിയുള്ള യന്ത്ര സാമഗ്രികൾ, 22% നികുതിയുള്ള രാസവസ്തുക്കൾ എന്നിവയ്ക്കും വൻ ഇളവ് ലഭിക്കും. യൂറോപ്യൻ ആഡംബര കാറുകളായ BMW, അതോടൊപ്പം തന്നെ ബെൻസും ഓഡിയും വില കുറവ് വരും. ബെൻസിനും BMW-ക്കും ഓടിയും തുടങ്ങിയ യൂറോപ്യൻ കാറുകൾക്ക് നിലവിൽ 100%-ലധികം ഇറക്കുമതി തീരുവയാണ് ഈടാക്കുന്നത്. പുതിയ കരാർ പ്രകാരം 15,000 യൂറോയ്ക്ക്, അതായത് ഏകദേശം 16 ലക്ഷം രൂപ മുകളിൽ വിലയുള്ള കാറുകൾക്ക് ഇനി മുതൽ 40% നികുതി മാത്രമേ ഈടാക്കിയുള്ളൂ. ഈ തീരുവ പിന്നീട് 10%-ആയി കുറയ്ക്കും. ഇതോടെ ഇത്തരം ആഡംബര കാറുകളുടെ വിലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കുറവാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വാഹന വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനായി ക്വാട്ട അടിസ്ഥാനത്തിലുള്ള നികുതി ഇളവുകൾ നൽകാനാണ് ഇരു പക്ഷവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വാണിജ്യ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ വാഹന വിപണിയിൽ ഭൂരിഭാഗവും ചെറിയ കാറുകളാണ്. അതായത് 10 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ വിലയുള്ള കാറുകളാണുള്ളത്. ഈ ഭാഗത്തിൽ യൂറോപ്യൻ യൂണിയന് വലിയ താല്പര്യമില്ല എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ 25 ലക്ഷം രൂപയിൽ താഴെ വില വരാൻ സാധ്യതയുള്ള കാറുകൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യില്ല എന്ന് ആണ് തീരുമാനിച്ചിരിക്കുന്നത്. അവർക്ക് ആ കാറുകൾ ഇവിടെ നിർമ്മിക്കാം, പക്ഷേ കയറ്റുമതി ചെയ്യാൻ അനുവാദം ഉണ്ടാകില്ല. സാമ്പത്തിക സേവനങ്ങൾ, അതോടൊപ്പം തന്നെ സമുദ്ര ഗതാഗത മേഖലകൾ എന്നിവ യൂറോപ്യൻ കമ്പനികൾക്കായി ഇന്ത്യ കൂടുതൽ തുറന്നു കൊടുക്കും. പരമ്പരാഗതമായി ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ മേഖലയിൽ യൂറോപ്യൻ യൂണിയന് പ്രത്യേക മുൻഗണനയാണ് ഇനി ലഭിക്കാൻ പോകുന്നത്. 2032ഓടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ഇനി ഇരട്ടിയാകാനാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നികുതി ഇനത്തിൽ വർഷം തോറും 4 ബില്യൺ യൂറോയുടെ ലാഭം ഉണ്ടാകും. മറുഭാഗത്ത് ഇന്ത്യക്കും നേട്ടങ്ങൾ ഏറെയാണ്. 99.5% ഇന്ത്യൻ ഉത്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ 7 വർഷത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയന് 0-ആയി മാറും. സമുദ്ര ഉത്പന്നങ്ങൾ, അതായത് സീ ഫുഡ്, അതോടൊപ്പം തന്നെ തുകൽ ഉത്പന്നങ്ങൾ, അതായത് തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസുകൾ, റബ്ബർ, ലോഹങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, അതോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദ നിക്ഷേപങ്ങൾക്കായി അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 ദശലക്ഷം യൂറോ, ഏകദേശം 4,500 കോടി രൂപ ഇന്ത്യക്ക് നൽകാനും യൂറോപ്യൻ യൂണിയൻ പ്രതിജ്ഞാബദ്ധമാണ്. ഈ വ്യാപാര കരാറിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ഇന്ത്യയിലേക്ക് എത്തുന്ന 90%-ലധികം യൂറോപ്യൻ ഉത്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കുകയോ ഗണ്യമായി കുറയുകയോ ചെയ്യും. ഈ കരാറിലൂടെ 2032ഓടെ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻ കയറ്റുമതി ഇരട്ടിയാകുമെന്നും അതോടൊപ്പം തന്നെ നികുതി ഇനത്തിൽ വർഷം തോറും 4 ബില്യൺ യൂറോ ലാഭിക്കാനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.
നിലവിൽ 44% വരെ നികുതിയുള്ള യന്ത്രസാമഗ്രികൾ, 22% വരെയുള്ള രാസവസ്തുക്കൾ, ഏകദേശം 11% നികുതിയുള്ള ഔഷധങ്ങൾ എന്നിവയുടെ തീരുവ മിക്കവാറും ഇല്ലാതാകും. സേവന മേഖലയിൽ സാമ്പത്തിക സമുദ്ര സേവനങ്ങൾ അത് യൂറോപ്യൻ യൂണിയൻ പ്രത്യേക മുൻഗണന ലഭിക്കുന്നുണ്ട്. ഇന്ത്യ സാധാരണയായി വളരെ സാവധാനം മാത്രം നിയന്ത്രണങ്ങൾ നീക്കുന്ന ഈ മേഖലയിൽ വലിയൊരു മുന്നേറ്റമാണ് യൂറോപ്യൻ യൂണിയൻ ഇതിനെ കാണുന്നത്. ഹരിതഗൃഹവാതകം അതോടൊപ്പം തന്നെ പുറന്തള്ളുന്നതും അത് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 ദശലക്ഷം യൂറോ ഇന്ത്യക്ക് നൽകാൻ യൂറോപ്യൻ യൂണിയൻ പ്രതിജ്ഞാബദ്ധമാണ്. മറുഭാഗത്ത് ഇന്ത്യയുമായുള്ള 99.5% വ്യാപാര ഉത്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ 7 വർഷത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയന് കുറയ്ക്കും. ഇന്ത്യൻ നിർമ്മിത സമുദ്ര വിഭവങ്ങൾ അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെ അത് വലിയ രീതിയിൽ ഇന്ത്യക്ക് കിട്ടുമ്പോൾ ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. അമേരിക്ക ലോക പോലീസ് എന്ന് പറഞ്ഞ് വീമ്പളക്കി നിൽക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പറയാം നമ്മൾ പട്ടാളമാണ്, നമ്മൾ പട്ടാളത്തിന്റെ ഒരു പവറാണ് എന്ന് വേണമെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ നോക്കി, അതായത് ട്രംപിന്റെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കും.